തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ് ഇനി. വർണ്ണ പേജുകളിൽ വാതോരാതെ ബെഡായി വികസനം പറഞ്ഞ് കൊല്ലം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി അച്ചടിച്ച് വിതരണം ചെയ്ത രേഖയിൽ മാത്രമാണ് വികസനമെന്നും 10 വർഷം പാഴായെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ഇടത് സ്ഥാനാർത്ഥി M. മുകേഷ് നേരത്തെ തന്നെ വ്യക്തമാക്കി. മുഖച്ഛായ മാറ്റിയ 10 വർഷങ്ങൾ എന്ന പേരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് NK പ്രേമചന്ദ്രന്റെ വികസന രേഖ പ്രകാശിപ്പിച്ചത്. 10 വർഷം മുമ്പ് അടച്ചുപൂട്ടിയ പാർവതി മില്ലും മാസങ്ങളായി ശമ്പളവും വർഷങ്ങളായി ബോണസും കിട്ടാത്ത തൊഴിലാളികളുടെ ദുരിത ജീവിതവും MP-യുടെ വികസന രേഖയിൽ മുക്കി. പാർവതി മില്ലിൽ പ്രഖ്യാപിച്ച നാനോ ടെക്നോളജി പാർക്ക് ഉൾപ്പെടെ വികസനങ്ങളും പാഴ്വാക്കായി. ആശ്രാമം ESI മോഡൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെ നേട്ടങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ട്. വികസന രേഖയിൽ കൂടുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ ആശുപത്രിയിൽ ലഭ്യമാക്കാൻ സാധിച്ചുവെന്നാണ് അവകാശവാദം. എന്നാൽ ആശുപത്രിയിൽ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ എണ്ണവും കിടക്കകളും വെട്ടിക്കുറച്ചതിനെക്കുറിച്ച് MP മിണ്ടുന്നില്ല. കൊല്ലം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ തൊഴിലാളികളുടെ മക്കൾക്കായി മെഡിക്കൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ സീറ്റ് സംവരണം ഉറപ്പാക്കിയത് തൻ്റെ നേട്ടമായാണ് MP അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ശക്തമായ നിലപാടും തുടർ നടപടികളുമാണ് സീറ്റ് സംവരണം ഉറപ്പായതിന് പിന്നിലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ചാണ് MP-യുടെ അവകാശവാദം. ദേശീയപാത 66 രാജ്യാന്തര നിലവാരത്തിലാക്കുന്നതിൻ്റെ ക്രെഡിറ്റും വികസന രീതിയിൽ MP തട്ടിയെടുത്തു. സംസ്ഥാന സർക്കാർ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി ICP എന്ന കേന്ദ്രാനുമതിക്ക് കാക്കുകയാണ് ഇപ്പോൾ കൊല്ലം തുറമുഖം. ഇക്കാര്യം മാധ്യമങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തു. എന്നിട്ടും സംസ്ഥാന സർക്കാർ സൗകര്യങ്ങൾ ഒരുക്കി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടില്ലെന്ന പച്ചക്കള്ളം വികസന രേഖയിലൂടെ MP പ്രചരിപ്പിച്ചു. വികസന രേഖ ഇറക്കും മുമ്പേ ഇടത് സ്ഥാനാർത്ഥി M. മുകേഷ് MP-യുടെ വികസന ബെഡായിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്റെ വികസനം കാണണമെന്നുണ്ടെങ്കിൽ ചിന്നക്കടയിൽ കൂടെ 15 മിനിറ്റ് എങ്ങോട്ടെങ്കിലും നടന്നാൽ മതി, ചുറ്റിനും വികസനമാണ് എന്ന് പ്രസ് ക്ലബിൽ പത്രക്കാരുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു. ഞാൻ പല തരത്തിൽ നടന്നു നോക്കി, ഒരു വികസനവും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഞാൻ അന്ധനായി പോയോ. ആ കൂടെ ക്ലോക്ക് ടവർ ഇനി അദ്ദേഹത്തിൻ്റെ പേരിലാണോന്ന് അറിയണം. 1944 കണ്ട് വന്നതാണ് അദ്ദേഹം. MP ആണോന്ന് അറിഞ്ഞില്ല. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, 1904 വന്നത്. ഇത് രണ്ടും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ അന്വേഷിച്ചു. വിമാനത്താവളം പോലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനെ മാറ്റുന്ന പ്രവർത്തനത്തിനാണ് വികസന രേഖയിൽ MP ഏറ്റവും അധികം പ്രാധാന്യം കൽപ്പിക്കുന്നത്. എന്നാൽ കൊല്ലം വഴിയുള്ള ട്രെയിനുകളുടെ എണ്ണം കുറച്ചത് റെയിൽ പാതകളുടെ വികസനത്തിനും വേണ്ടി ഒന്നും ചെയ്യാൻ MP-ക്ക് കഴിഞ്ഞിട്ടില്ലെന്ന വസ്തുത നിലനിൽക്കുന്നു. സ്വകാര്യവൽക്കരണത്തെ MP എതിർക്കുന്നുമില്ല. കൈരളി ന്യൂസ്, കൊല്ലം.